മലപ്പുറം എടവണ്ണപ്പാറ ചാലിപ്പുറം ഗവൺമെൻറ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു കണ്ടുപിടുത്തം നടത്തി. ഈ കണ്ടുപിടുത്തമാകട്ടെ എല്ലാവരെയും തന്നെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. അതെന്താണെന്നല്ലേ ഈ റിപ്പോർട്ട് കാണാം. 6ാം ക്ലാസ്സുകാരിയായ ഹീന ഫാത്തിമയും 7ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ആദിലും ചാലിയപ്പുറം സ്കൂളിലെ മിന്നും താരങ്ങളാണിപ്പോൾ. അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്റർ എന്ന ഉപകരണം നിർമ്മിച്ച് കുട്ടി ശാസ്ത്രജ്ഞരായിരിക്കുകയാണ് ഇവർ. ഈർപ്പമുള്ള അന്തരീക്ഷ വായുവിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുത്ത് കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് അന്തരീക്ഷ ജല ജനറേറ്റർ. സുനിത വില്യംസ് ബഹിരാകാശ യാത്ര നടത്തിയപ്പോൾ ദിവസങ്ങളോളം ബഹിരാകാശത്ത് ജലം ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടു വന്ന വാർത്തകളാണ് ഇവരെ രണ്ടുപേരെയും ഒരുപോലെ സ്വാധീനിച്ചത്. സുനിത വില്യംസ് ആണ് 286 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. ശ്വാസത്തിൽ നിന്നുള്ള ഈർപ്പവും പിന്നെ വേർപ്പിൽ നിന്ന് ഇപ്പോൾ യൂറിനെ ശുദ്ധീകരിച്ചിട്ടുമാണ് അവർ ശുദ്ധമായ വെള്ളം എടുത്തത്. ഭൂമിയിൽ തന്നെ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ശുദ്ധജലം അത്ര ലഭ്യമല്ലാത്ത സ്ഥലത്ത് ഉപയോഗിച്ചുകൂടാ? ഈ ചോദ്യമാണ് നമ്മളെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് എത്തിച്ചത്. ഇതേക്കുറിച്ച് സയൻസ് അധ്യാപികയായ പ്രിയ ടീച്ചറുമായി ചർച്ചകൾ നടത്തി. പിന്നീട് കൂടുതൽ പഠനങ്ങൾ നടത്തിയെല്ലാമാണ് ഉപകരണം തയ്യാറാക്കുന്നത്. ആ ഒരു പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ കുട്ടികൾ തന്നെയാണ് അത് പിന്നെ സെർച്ച് ചെയ്ത് അതിനെ കൂടുതൽ പിന്നെ കാര്യങ്ങളൊക്കെ അവര് പല മാധ്യമങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തു അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്തു ഈ രൂപത്തിലേക്ക് ആക്കിയെടുത്തത്. ആദ്യം ഉപകരണത്തിന്റെ ഒരു ചിത്രം തയ്യാറാക്കി. ആ ചിത്രത്തെ അടിസ്ഥാനമാക്കിയാണ് അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്റർ നിർമ്മിച്ചത്. ആദ്യം ഫാൻ വെച്ച് വായുവിനെ വലിച്ചെടുക്കുന്നു, വായുവിനെ ചുരുക്കുന്നു. വായു ലിക്വിഡ് ഫോമായി കളക്ടിംഗ് ടാങ്കിലേക്ക് മാറും. പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നു. അതുകൊണ്ട് മിനറൽസ് ആഡ് ചെയ്യുകയും ശുദ്ധീകരിക്കുകയും ചെയ്തിട്ട് വെള്ളം കുടിക്കാൻ പാകത്തിൽ ആക്കുന്നു. സുഹൈൽ എന്ന യുവ സൗണ്ട് എഞ്ചിനീയറാണ് ഇലക്ട്രിക്കൽ സംവിധാനം തയ്യാറാക്കി നൽകിയത്. സ്കൂളിലെ PTA-യും SMC-യും അധ്യാപകരുമെല്ലാം വലിയ പിന്തുണയാണ് ഈ കുട്ടി ശാസ്ത്രജ്ഞർക്ക് നൽകുന്നത്. മീഡിയ 1 മലപ്പുറം.